ഹായ് വെൽക്കം ബാക്ക് ടു റേസ് ജേഗൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം GR സർ ആണ്. നമ്മുടെ മോഡൽ എക്സാം ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മുടെ ഫസ്റ്റ് എക്സാം ഫിസിക്സ് ആണ്. സോ നമ്മൾ ഒട്ടും വൈകാൻ പാടില്ല. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമ്മൾ 2 മാർക്കിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അങ്ങോട്ട് പഠിച്ചെടുത്തോളാം അല്ലെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആൻഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. എന്താണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ലാംഡ വെച്ചിട്ട് ഇങ്ങോട്ട് എന്താണ് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജ് പെർ യൂണിറ്റ് ലെങ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മുടെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെ. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് നമ്മുടെ എന്ത്, ലീനിയർ ചാർജ് ഡെൻസിറ്റി. ആൻഡ് എന്താണ് നമ്മുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഇസ് സർഫസ് ചാർജ് ഡെൻസിറ്റി? നമ്മൾ സിഗ്മ വെച്ചിട്ട് നോട്ട് ചെയ്യും. എന്താണ് സിഗ്മ, എന്താണ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മളുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കാം. റെഡി അല്ലേ? സോ ലീനിയർ ചാർജ് ഡെൻസിറ്റിയും സെറ്റ് ആണ്, സർഫസ് ചാർജ് ഡെൻസിറ്റിയും സെറ്റ് ആണ്. റെഡി അല്ലേ? നേരെ നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. പ്ലോട്ട് ദ ഗ്രാഫ് ഷോയിങ് ദ ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഫോർ എ ടിപ്പിക്കൽ സെമി കണ്ടക്ടർ ആണല്ലേ. സോ ഒരു സെമി കണ്ടക്ടറിന്റെ കേസിന്റെ അകത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു എന്ത് കണ്ടുപിടിക്കാൻ വെക്കുക, ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി, അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും നമ്മൾ ഉണ്ടാകുന്ന ഗ്രാഫ് നമുക്കൊന്ന് വരയ്ക്കാം. ആൻഡ് നമ്മുടെ എക്സ് ആക്സിൽ ആരുണ്ടാവും, നമ്മുടെ ടെമ്പറേച്ചർ ഉണ്ടാവും. വൈ ആക്സിൽ ആരാണ്, നമ്മുടെ റെസിസ്റ്റിവിറ്റി ആണ്. നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്, ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും എന്ത് പ്രൊപ്പോർഷണാലിറ്റി ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ റെസിസ്റ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. റെഡി അല്ലേ? നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് വരിക, ഇവർ രണ്ടാളും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. സോ ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഇതേപോലെ ആയിരിക്കും നമ്മുടെ ഗ്രാഫ് ഉണ്ടാവുക. ശ്രദ്ധിച്ചോളാം, ഇതേപോലെ ആയിരിക്കും നമ്മുടെ ഗ്രാഫ് അവിടെ ഉണ്ടാവുക. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ എന്ത് വരിക, സെമി കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ വേഴ്സസ് റെസിസ്റ്റിവിറ്റി ഗ്രാഫ് വരുന്നുണ്ടാവുക. മറന്നു പോയത്, കറക്റ്റ് ആയിട്ട് വരച്ചോളാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? നേരെ നമുക്ക് മൂവ് ചെയ്യാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നോക്കിയേ. സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താ പറയുന്നത്, യെസ്, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെ. എപ്പോഴാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്നത്, അവിടെ ആര് ഇൻഡ്യൂസ്ഡ് ആവും, കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവും. സോ ഇൻഡ്യൂസ്ഡ് കറണ്ട് അവിടെ ഉണ്ടാവും. സോ whenever there is a change in magnetic flux linked with the coil, there induces an EMF in the coil. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാരഡേ ലോ ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്, dϕ/dt എന്ന് പറയാം. ഇതും എന്താണ് നമ്മളുടെ യെസ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ അകത്ത് ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ എന്ത്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ ഇക്വേഷൻ കൂടി എഴുതി വെച്ചാൽ മാത്രമേ ഈ ഒരു ലോ കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? നമ്മൾ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. എ ലൈറ്റ് ബൾബ് ഈസ് റേറ്റഡ് അറ്റ് 100 വാട്ട് ഫോർ 220 വോൾട്ട് സപ്ലൈ, ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബ് ആണല്ലേ. സോ നമുക്ക് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ, നമുക്ക് പവർ തന്നിട്ടുണ്ട്. പവർ എത്രയാണ്, 100 വാട്ട്സ് ആണ്. അതേപോലെ പൊട്ടൻഷ്യൽ എത്രയാണ്, 220 വോൾട്ടുമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ആണ്. പവറിന്റെ ഇക്വേഷൻ എടുത്തോളൂ. പവർ P ഈക്വൽ ടു എന്താണ്, V²/R ആണ്. അങ്ങനെയാണെങ്കിൽ R ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, V²/P എന്ന് പറയാം. എന്താണ് V ഇവിടെ, 220 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ 220 × 220 ഡിവൈഡഡ് ബൈ P എന്താണ്, 100 ആണ്. 0 നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണ് അവിടെ ഉള്ളത്, 22 × 22 എന്ത് വരും, നമുക്ക് അവിടെ 484 എന്ന് വരും. റെഡി അല്ലേ? 484 യെസ് ഈക്വൽ ടു എന്ത് വന്നു, നമുക്ക് 484 ഓം ആണ് നമ്മുടെ എന്ത് കിട്ടിയത്, യെസ് നമ്മുടെ റെസിസ്റ്റൻസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. റെഡി അല്ലേ? നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എന്താണ്, എക്സ്പ്ലെയിൻ കൊഹീറന്റ് സോഴ്സ് അല്ലെ. എന്താണ് കൊഹീറന്റ് സോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. എന്താണ് കൊഹീറന്റ് സോഴ്സ്, എന്താണ്, when light sources are coherent, when two light sources are coherent, അവർ എന്ത് ആയിരിക്കണം, they are originated from same parental source ആണ്. so two light sources from same parental source, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൊഹീറന്റ് സോഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ സെയിം ആയിരിക്കും അറിയോ, ദേ ഹാവ് സെയിം വേവ് ലെങ്ത് ആയിരിക്കും, സെയിം ഫ്രീക്വൻസി ആയിരിക്കും. അതേപോലെ എന്തായിരിക്കണം, സെയിം ഫേസ് ഡിഫറൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ആയിരിക്കണം.
റെഡി അല്ലേ? സെയിം അല്ലേ? സെറ്റ് അല്ലേ? സോ സെയിം എന്തായിരിക്കണം? സെയിം വേവ് ലെങ്ത്, സെയിം ഫ്രീക്വൻസി ആൻഡ് കോൺസ്റ്റന്റ് ഫേസും എന്ത് വേണം? ഈ രണ്ട് ലൈറ്റ് സോഴ്സുകൾക്ക് വേണം. എങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? നമുക്ക് ഈ രണ്ട് ലൈറ്റ് സോഴ്സുകൾ കൊഹീറന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക, നോ ടു ഇൻഡിപെൻഡന്റ് സോഴ്സസ് ആർ കൊഹീറന്റ് ആണ് അല്ലെ? രണ്ട് ഇൻഡിപെൻഡന്റ് സോഴ്സുകൾ ഒരിക്കലും എന്താവുന്നില്ല? കൊഹീറന്റ് ആവുന്നില്ല. രണ്ട് ലൈറ്റ് സോഴ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചാൽ അവർ രണ്ടാളും ഒരിക്കലും എന്താവില്ല? കൊഹീറന്റ് ആവാൻ പോകുന്നില്ല. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ നോക്കിയേ. എക്സ്പ്ലെയിൻസ് ഐൻസ്റ്റൈൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അല്ലേ? സോ ഐൻസ്റ്റൈന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്താണ് പറയുന്നത്? കൈനറ്റിക് എനർജി ഈക്വൽ നമുക്ക് എന്ത് പറയാം? എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0 ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എന്താണ്? നമ്മുടെ വർക്ക് ഫംഗ്ഷൻ എച്ച് ന്യൂ 0. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. സോ ഇക്വേഷൻ നിങ്ങളോട് മറന്നു പോകരുത്. ഇക്വേഷൻ നിങ്ങളെടുത്ത് മറന്നു പോകരുത്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇതാണ് നമ്മളുടെ എന്ത്? ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. റെഡിയാണ്? സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. ഡ്രോ ദ എനർജി ലെവൽ ഡയഗ്രാം ഫോർ ദ ഹൈഡ്രജൻ ആറ്റം ആണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു ചെറിയൊരു മോഡൽ കാണിച്ചിട്ടാണ് അല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ സീരീസ് ഉള്ളത്? ലൈമൺ സീരീസ്, ബാൾമർ സീരീസ്, പാഷന്, ബ്രാക്കറ്റ് കൂടെ ഉണ്ട്. ആ ബ്രാക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല? ഈ ഒരു ആൻസറിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. റെഡി അല്ലേ? ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അവിടെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. റെഡി അല്ലേ? 1 2 3 4 ഓരോ എനർജി ലെവലും നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. ആ എനർജി നിങ്ങൾ അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു വിഷയമില്ല. റെഡി അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് 4 ആൾക്കാരാണ്. ഇതൊക്കെയാണ് ലൈമണ്, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ് കൂടെ ഉണ്ട് ആൻഡ് ഫണ്ട് ഉണ്ട്. ഫണ്ട് വരച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. റെഡി അല്ലേ? ആ 4 ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യണം? വരച്ചിരിക്കണം. റെഡി അല്ലേ? ഇതാണ് നമ്മുടെ എന്ത് വരിക? എനർജി ലെവൽ ഡയഗ്രാം ഫോർ ഏതാണ് വന്നത്? നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ലെവൽ ഡയഗ്രാം ആണ് സാർ ഇപ്പൊ ഇവിടെ വരച്ചിട്ടുള്ളത്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ നോക്കിക്കോ. വാട്ട് ഹാപ്പൻസ് ടു ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ് ഓഫ് എ വയർ ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ആവുന്ന സമയത്തും ലെങ്ത് ഇൻക്രീസ് ആവുന്ന സമയത്തും? അതിന് ഒറ്റ ഇക്വേഷൻ നിങ്ങൾ എഴുതിയാൽ മതി. നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മൈനസ് ഇ ടോ ബൈ എം ആണ്. വേർ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം വി ബൈ എൽ ആണ് അല്ലെ? നമുക്കറിയാം. നമുക്ക് എന്താണ്? ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും തമ്മിൽ ഉണ്ടാവുന്ന റിലേഷൻ ആയിരുന്നു എന്ത്? ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കിട്ടും? ഇ ഈക്വൽ ടു വി ബൈ എൽ എന്ന് കിട്ടും. റെഡി അല്ലേ? നേരെ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈക്വൽ എന്താണ്? മൈനസ് ഇ ഇൻടു വി ടോ ബൈ എം എൽ എന്ന് പറയാം. റെഡി അല്ലേ? സോ ഇക്വേഷൻ ഇറ്റ് ഇസ് വെൽ ക്ലിയർ ദാറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി യെസ് directly proportional to potential difference ആണ് and drift velocity inversely proportional to length ആണ്. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ആക്കുകയാണ്. സോ രണ്ടാളും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ആക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി അവിടെ എന്തായിട്ട് മാറും? ഡബിൾ ആയിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പോവാ. ലെങ്ത്തും നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ത് പ്രൊപ്പോർഷനായിട്ട്? ഇൻവേഴ്സ്ലി ആണ്. സോ ലെങ്ത് കൂടുമ്പോൾ നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി അവിടെ എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട്. സോ ഡിക്രീസസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. റെഡി അല്ലേ? റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കിക്കേ. Can a transformer be used to step up or step down a DC voltage? Justify your answer അല്ലേ? ഒരു DC വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. തെറ്റാണ്. കാരണം നമുക്കറിയാം ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അല്ലേ? ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്ത് വർക്കിംഗ് പ്രിൻസിപ്പിൾ അതിന്റെ? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ? ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ചേഞ്ചിങ് ഫ്ലക്സ് നിർബന്ധമാണ്. അതാരും മാത്രമേ തരുള്ളൂ? നമുക്ക് AC സോഴ്സ് മാത്രമേ തരുള്ളൂ. സോ AC സോഴ്സിന്റെ അല്ലെങ്കിൽ AC വോൾട്ടേജിനെ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും അല്ലെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക? ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുക. നോട്ട് ഇൻ ദ കേസ് ഓഫ് DC അല്ല. DC-ക്ക് അല്ല നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. എന്തിനകത്താണ്? AC ആണ്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ A ക്വസ്റ്റ്യൻ ആൻസർ. ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? വൈ ഡു വി യൂസ് സോഫ്റ്റ് അയൺ കോർ ഇൻ എ ട്രാൻസ്ഫോമർ? കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ. സോഫ്റ്റ് അയൺ കോറിന് എന്തുണ്ട്? എക്സലന്റ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന എന്ത് ചെയ്യും? ഫ്ലക്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അവിടെ എന്താണ്? റെഡ്യൂസസ് എനർജി ലോസ് ആണ്. അവിടെ എന്ത് ചെയ്യും? എനർജി ലോസ് അത് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും.
റെഡി അല്ലേ? സെറ്റ് അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നോളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ് നമ്മൾ മാച്ച് ചെയ്യാൻ പോവാണ്. റേഡിയോ വേവ്സ് ആരുമായിട്ട് മാച്ച് ചെയ്യാം? ഒരു സംശയം വേണ്ട, സെല്ലുലാർ ഫോണുമായിട്ട് മാച്ച് ചെയ്യാം. അടുത്ത് നോക്കിയേ യു വി റേസ് അല്ലെ. നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വാട്ടർ പ്യൂരിഫയേഴ്സ് നമ്മൾ യു വി റേസ് യൂസ് ചെയ്യാറുണ്ട്. അൾട്രാ വയലറ്റ് റേസ് എവിടെയാണ് യൂസ് ചെയ്യാറ്? നമ്മൾ വാട്ടർ പ്യൂരിഫയറിലാണ്, യു വി റേസ് ആണ്. റെഡി അല്ലേ? അടുത്തതാണ് നമ്മുടെ എന്ത്? മൈക്രോവേവ് അല്ലെ. മൈക്രോവേവ് എന്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുക? റഡാർ സിസ്റ്റങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൈക്രോവേവുകൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യടാ? നമ്മുടെ നൈറ്റ് വിഷൻ ക്യാമറകളിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇൻഫ്രാറെഡ് ലൈറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെഡ് വെച്ച് എന്ത് ചെയ്യും? ഞാൻ അവിടെ മാർക്ക് ചെയ്തു, റെഡ് വെച്ച് ഞാൻ മാർക്ക് ചെയ്തു ഇൻഫ്രാറെഡിനെ. റെഡി അല്ലേ? സെറ്റ് അല്ലേ? നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. സ്കെച്ച് ദ വേവ് ഫ്രണ്ട് കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് സോഴ്സസ് ആണ് അല്ലെ. ആദ്യത്തെ സോഴ്സ് ആരാണ്? ഒന്നാമത്തെ സോഴ്സ് ആരാണ്? പോയിന്റ് സോഴ്സ് അല്ലേ. പോയിന്റ് സോഴ്സിൽ നമുക്കറിയാം അവരെല്ലാ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ ലൈറ്റ് സോഴ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എല്ലാ ഡയറക്ഷനിലും ഉണ്ടാവേ. ഞാൻ തൽക്കാലത്തേക്ക് ഒരു 4 ഡയറക്ഷനാണ് എടുത്തത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കാരണം ഉണ്ടായിട്ടുള്ള ആ ഒരു വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇതേപോലത്തെ സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും ഉണ്ടാവുക. സ്പെരിക്കൽ വേവ് ഫ്രണ്ട് എന്ത് വേവ് ഫ്രണ്ട് ആണ്? സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആണ്. സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആണ്. റെഡി. അടുത്ത് നമ്മോട് ചോദിച്ചത് എന്താണ്? യെസ്, രണ്ടാമതായിട്ട് നമ്മോട് ചോദിച്ചത് എന്താണെന്നറിയോ? രണ്ടാമതായിട്ട് നമ്മളോട് ചോദിച്ചത് ഡിസ്റ്റന്റ് സോഴ്സ് ആണ്. ഡിസ്റ്റന്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് നമുക്ക് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുക? ഇതേപോലെ പാരലൽ ബീംസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം. സോ ഇതേപോലെ പാരലൽ ലൈറ്റ് സോഴ്സുകൾ എന്ത് വേവ് ഫ്രണ്ട് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു സംശയം വേണ്ട, ഏതാണത്? പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. ഏതാണ്? പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. റെഡി അല്ലേ? സോ നമ്മൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇവിടെ വരച്ചു. സോ ഏതാണ് വേവ് ഫ്രണ്ട്? പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, പ്ലെയിൻ വേവ് ഫ്രണ്ട് നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് വരച്ചു വെച്ചിട്ടുണ്ടേ. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇൻ റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ഗോ അൺസ്കാറ്റേർഡ് വൈൽ സം ഓഫ് ദം ആർ സ്കാറ്റേർഡ് ത്രൂ ലാർജ് ആംഗിൾ. വാട്ട് ക്യാൻ ബി കൺക്ലൂഡഡ് ഫ്രം ദിസ് ആണ് അല്ലെ. നമുക്കറിയാം ഒരുപാട് ആൾക്കാർ അൺഡീവിയേറ്റഡ് ആയിട്ടാണ് അവിടെ പോകുന്നത്. ദാറ്റ് മീൻസ് അല്ലെ, ദാറ്റ് മീൻസ് അവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? മോസ്റ്റ് ഓഫ് ദി സ്പേസ് അല്ലെ, മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ എൻ ആറ്റം ഈസ് empty അല്ലെ. മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം എന്താണ്? empty ആണ്. റെഡി അല്ലേ? ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് വെൻ ഇമ്പാക്ട് പാരാമീറ്റർ ഈസ് 0 അല്ലെ. ഇമ്പാക്ട് പാരാമീറ്റർ 0 എന്ന് പറഞ്ഞാൽ ആലോചിക്കണം. ഇമ്പാക്ട് പാരാമീറ്റർ അവിടെ 0 ആണെങ്കിൽ അവിടെ എന്താ നടക്കുന്നത്? ഹെഡ് ഓൺ കൊളീഷൻ ആണ്. എന്ന് വെച്ചാൽ നേർക്ക് നേരെയാണ് അല്ലെ. സോ നമ്മളെ ന്യൂക്ലിയസ് ഇവിടെ ഉണ്ട്. സോ നമ്മുടെ ആൽഫ പാർട്ടികൾ നേരെ ഹെഡ് ഓൺ കൊളീഷൻ ആ സമയത്ത് നേരെ വരെ എന്ത് ചെയ്യും അല്ലെ? റിപ്പൽ അടിച്ച് നേരെ തിരിച്ച് അതേ വഴിക്ക് പോകും. എന്ന് വെച്ചാൽ നേരെ വന്ന വഴിക്ക് തിരിച്ചു പോവാ. സോ ആംഗിൾ എന്തായിരിക്കും വരിക അല്ലെ? ആംഗിൾ ഓഫ് ആ ഒരു സ്കാറ്ററിംഗ് എന്തായിരിക്കും വരിക? 180 ഡിഗ്രി ആയിരിക്കും. ഒരു സംശയം വേണ്ട, എന്താണത്? 180 ഡിഗ്രി ആയിരിക്കും. റെഡി അല്ലേ? 180 ഡിഗ്രി. സെറ്റ് അല്ലേ? യെസ്. നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നോക്കിക്കേ, കാൽക്കുലേറ്റ് ദ ബൈൻഡിങ് എനർജി ഓഫ് കാൽസ്യം 2040 ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. മാസ് ഓഫ് ദി പ്രോട്ടോൺ അവിടെ തന്നിട്ടുണ്ട്, മാസ് ഓഫ് ദി ന്യൂട്രോൺ തന്നിട്ടുണ്ട്, അതേപോലെ മാസ് ഓഫ് കാൽസ്യം അല്ലെ. കാൽസ്യത്തിന്റെ ന്യൂക്ലിയസിന്റെ മാസും അവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ കണ്ടുപിടിക്കണം എന്താണ്? ബൈൻഡിങ് എനർജി ആണ്. ബൈൻഡിങ് എനർജി അല്ലെ. എന്താണ് ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ? എന്താണ്? മാസ് ഡിഫക്റ്റ് കൊണ്ടുണ്ടായിട്ടുള്ള എനർജിയാണ് അല്ലെ. മാസ് ഡിഫക്റ്റ് കൊണ്ടുണ്ടായിട്ടുള്ള എനർജിയാണ് എന്ത്? ബൈൻഡിങ് എനർജി എന്ന് നമ്മൾ വിളിക്കുന്നത്. റെഡി അല്ലേ? നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ബൈൻഡിങ് എനർജി ഫോർ എന്താണ്? 1 AMU അല്ലെ. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെ, 1 അറ്റോമിക് മാസ് യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈൻഡിങ് എനർജി എത്രയാണ്? 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താ വരിക? 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്ത് വരിക? അവിടെ ഉണ്ടായിട്ടുള്ള എന്ത് ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ 1 AMUന് കറസ്പോണ്ടിങ് ആണ്, 1 AMUന് കറസ്പോണ്ടിങ് ആണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണ് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഇവിടെയുള്ള മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കുക. നമുക്ക് എത്രയും അറ്റോമിക് മാസ് കിട്ടൂലേ? എത്ര അറ്റോമിക് മാസ് കിട്ടൂലേ? അതേ ഇൻറ്റു ഒരു അറ്റോമിക് മാസ് യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു മാസ് ഡിഫക്റ്റ് കാരണം ഉണ്ടായിട്ടുള്ള വാല്യൂ കിട്ടും അല്ലേ. ഇനി എങ്ങനെ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കുക? എങ്ങനെയാ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കുക?
എങ്ങനെയാണ് മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കുക? Z ഇൻറ്റു എം പി അല്ലേ, Z ഇൻറ്റു എം പി പ്ലസ് എ മൈനസ് Z ഇൻറ്റു എം എൻ മൈനസ് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു മാസ് ചെയ്താൽ മതി. ഇത്രയും കാര്യം ചെയ്താൽ മതി, നമുക്ക് എന്ത് ടോട്ടലെ മാസ് ഡിഫക്റ്റ് കിട്ടും. ഓക്കെ, സോ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. സ്വന്തം വരിക Z എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഉണ്ടായിട്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, ദാറ്റ് മീൻസ് 20 ആണ്. ഇൻ ടു മാസ് ഓഫ് എ പ്രോട്ടോൺ എത്രയാണ്? യെസ് 1.007825 ആണ്. പ്ലസ് എന്ത് വരും അവിടെ? യെസ് എ മൈനസ് Z എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ 40 ആണ് മാസ് നമ്പർ, മൈനസ് Z എത്രയാണ്? 20 ആണ്. സോ 40 മൈനസ് 20 എത്രയാണ്? അഗൈൻ 20 വരും. 20 ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ എത്രയാണ്? 1.008665 ആണ്. ഇത്രയാണ് എന്തുവാ നമ്മളുടെ ആ ഒരു രണ്ടാടെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസിന്റെ സം വന്നത്. മൈനസ് നമുക്ക് എന്ത് ചെയ്യാം, മാസ് ഓഫ് കാൽസ്യം ചെയ്യാം അല്ലെ. മാസ് ഓഫ് കാൽസ്യം ന്യൂക്ലിയസ് എത്രയാണ്? 39.96258 ആണ്. ഇതാണ് നമ്മുടെ മാസ് ഡിഫക്റ്റ് അല്ലെ. ഈ ഒരു മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കുക. ആ മാസ് ഡിഫക്റ്റ് ഇൻറ്റു നമ്മൾ എന്ത് ചെയ്താൽ മതി അല്ലെ, ഇത്രയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂവിനോട് നമ്മൾ എന്ത് കൊടുത്താൽ മതിയടാ? ഇൻറ്റു 931.5 കൊടുത്താൽ അവിടെയുള്ള എന്ത് നമുക്ക് കിട്ടും അറിയോ? എന്ത് നമുക്ക് കിട്ടും? യെസ് ബൈൻഡിങ് എനർജി നമുക്ക് കിട്ടും. ഓക്കെ, അവിടെ ഉണ്ടായിട്ടുള്ള ബൈൻഡിങ് എനർജി നമുക്ക് കിട്ടുന്നതായിരിക്കും. റെഡി അല്ലേ? സോ ആ മാസ് ഡിഫക്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതേ ഇൻറ്റു ഒരേ AMUന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, എനർജിയോട് മൾട്ടിപ്പിൾ നമുക്ക് എന്ത് കിട്ടി? സിമ്പിൾ ആയിട്ട് അവിടെയുള്ള എന്ത് കിട്ടി? ബൈൻഡിങ് എനർജി കിട്ടി. സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കുക. നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ്. എന്താണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം? ഒന്നുമില്ല, ദ മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് അല്ലെ, B.ds എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. ഇതാണ് എന്ത് വരിക, നമ്മുടെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. റെഡി ആണോ? സെറ്റ് ആണോ? ആലോചിച്ച് ചോദിച്ചാൽ പഠിച്ചോളാ, എന്നിട്ട് എന്ത് ചെയ്യുക, എഴുതിക്കൂടാ. റെഡി അല്ലേ? ഇന്റഗ്രൽ B.ds എന്താണ്? 0 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് എപ്പോഴും എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. സെറ്റ് ആണ്, ക്ലിയർ ആണ്. നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രോ ദ ഫേസർ ഡയഗ്രാം ഫോർ എൻ AC വോൾട്ടേജ് അപ്ലൈ ടു എൻ LCR സർക്യൂട്ട് അല്ലേ. LCR സർക്യൂട്ടിന്റെ ബേസിൽ ഉണ്ടായിട്ടുള്ള ഒരു എന്ത് വിളിക്കാം, നമ്മുടെ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ആദ്യം റെസിസ്റ്റർ വരയ്ക്കാം. റെസിസ്റ്റൻസ് എങ്ങോട്ടേക്കാണോ അല്ലെങ്കിൽ വോൾട്ടേജ്, റെസിസ്റ്ററിലേക്കുള്ള വോൾട്ടേജ് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ആരുണ്ടാവുക, കറണ്ട് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ് നമുക്കറിയുന്നത്, കപ്പാസിറ്ററിന്റെ കേസിൽ എന്തായിരിക്കണം, നമ്മുടെ കറണ്ട് ലീഡ് ആയിരിക്കണം. സോ കപ്പാസിറ്ററിന്റെ അകത്തേക്കുള്ള വോൾട്ടേജ് എങ്ങോട്ടാ വരിക, ഇങ്ങോട്ടേക്ക് നമ്മുടെ എന്തുണ്ടാവും, കപ്പാസിറ്ററിന്റെ അകത്തുള്ള വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, വോൾട്ടേജ് ഇൻ കപ്പാസിറ്റൻസ്. നോക്കിക്കേ, കപ്പാസിറ്റൻസിനകത്തുള്ള വോൾട്ടേജ് ഇങ്ങോട്ടാണ്, ആ വോൾട്ടേജിനേക്കാളും കറണ്ട് എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രിയോടെ ലീഡ് ചെയ്യുന്നു. സെറ്റാണ്, പെർഫെക്റ്റ് ആണ്. അതേപോലെ എന്ത് ചെയ്യണം, ഇൻഡക്ടറിന്റെ അകത്ത് വോൾട്ടേജിനേക്കാളും കറണ്ട് എന്ത് ചെയ്യണം, ലാഗ് ചെയ്യണം. അങ്ങനെയാണ് എന്ത് ചെയ്യണം നമ്മുടെ യെസ് വോൾട്ടേജ് ഇൻ ഇൻഡക്ടർ ഈ സൈഡിലേക്ക് ഇങ്ങനെ വരച്ചോളാം. സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ എന്ത് വരിക, VL വരിക. ഇവിടെയല്ലേ? സോ ഇതാണ് നമ്മുടെ എന്ത് വരിക, നമ്മുടെ ഫേസർ ഡയഗ്രാം ഫോർ എൻ LCR സർക്യൂട്ട്. ഇതാണ് നമ്മുടെ എന്ത് വരിക, ഫേസർ ഡയഗ്രാം വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ ആംഗിൾ 90 ആയിരിക്കും, ഈ ആംഗിൾ 90 ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ എന്ത്, LCRന്റെ ഫേസർ ഡയഗ്രാം. ഓക്കെ, LCRന്റെ ഫേസർ ഡയഗ്രാം ആണ് സാർ ഇപ്പോൾ വരച്ചിട്ടുള്ളത്. റെഡിയാണേ, പെർഫെക്റ്റ് ആണേ, സെറ്റ് അല്ലേ? നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് പെർപെൻഡിക്കുലർ ടു എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദി പാത്ത് ഫോളോഡ് ബൈ ദ പാർട്ടിക്കിൾ ആണ്. ഇഫ് ദ ഫീൽഡ് ഈസ് നോൺ യൂണിഫോം വാട്ട് ഈസ് ഇറ്റ്സ് ന്യൂ ട്രജക്ടറി ആണ് അല്ലേ. അതിന്റെ A ക്വസ്റ്റ്യൻ സാർ പറയും, B ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, A ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് പാത്ത് ഫോളോഡ് ബൈ ദ പാർട്ടിക്കിൾ ആണല്ലേ. സോ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എന്താണ്, നമ്മളെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തേക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ. സോ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് പാത്തിലേക്ക് പോകും, സർക്കുലാർ പാത്തിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, സോ അവർ എന്ത് പാത്താണ് ഫോളോ ചെയ്യുക, സർക്കുലാർ പാത്താണ്. ശ്രദ്ധിച്ചോ, എന്ത് പാത്താണ്, സർക്കുലാർ പാത്താണ്, സർക്കുലാർ പാത്ത്. റെഡിയാണോ, സെറ്റ് ആണോ? യെസ്, സർക്കുലാർ പാത്തിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ B ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് പറഞ്ഞു തരണം. സോ B ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഹോംവർക്ക് ആണ്. സോ B ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞ ശേഷം കണ്ടുപിടിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുക. എന്താണ് ചോദിച്ചത്, ഇഫ് ദ ഫീൽഡ് ഇസ് നോൺ യൂണിഫോം, ഫീൽഡ് നോൺ യൂണിഫോം ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പുതിയ ട്രജക്ടറി ഏത് ഷേപ്പിലായിരിക്കും ചോദിച്ചത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം, നല്ലതുപോലെ അറിയാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്തോളാം. റെഡി അല്ലേ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക്
ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സോ 2 മാർക്കിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. സോ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചോളാം. നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മോഡൽ എക്സാം നല്ല തകർത്ത് എഴുതാനുള്ളതാണ്, അടിപൊളിയാക്കി എഴുതാനുള്ളതാണ്. സോ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോ ബൈ.